സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ടോപ്പ് 5 നിന്നും ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് അനീഷ് എത്തിയിരിക്കുകയാണ്. അത് ഈ ഒരു സീസണിന്റെ വിന്നർ തന്നെ ആയേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത അനീഷിനൊരു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന പൊസിഷനിൽ ഒതുങ്ങേണ്ടി വന്നു. ഈ ഒരു സീസണിലേക്ക് അനീഷ് വരുമ്പോൾ ഒരു കോമണറായി വന്ന് വെറൈറ്റി ആയിട്ട് പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും ഒരേപോലെ വെറുപ്പിച്ച് തന്റേതായിട്ടുള്ള സ്പേസ് ഈ സീസണിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസുമായി ഇടപഴകി തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം സീസൺ 7 ഉറപ്പിക്കുന്ന അനീഷിനെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അതുപോലെ ഓരോ ദിവസവും അനീഷിന് പ്രേക്ഷക സപ്പോർട്ട് നല്ല രീതിയിൽ കൂടി വന്നിരുന്നു. അനീഷിനെ സംബന്ധിച്ച് ജെന്യുവൻ ആയിട്ടുള്ള പ്രേക്ഷക സപ്പോർട്ടും അതുപോലെ പിന്നണിയിൽ നല്ല രീതിയിലുള്ള PR വർക്കും കാര്യങ്ങളും സോഷ്യൽ മീഡിയ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു രീതിയിലും മറ്റൊരു കണ്ടസ്റ്റൻസിനെ തേജോവധം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻസിനെ ആക്രമിക്കുന്ന രീതിയിലോ മറ്റൊരു കണ്ടസ്റ്റൻസിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതോ ഒരു പരിധിയിൽ കൂടുതലൊന്നും അനീഷോ അനീഷിന്റെ ഫാൻസിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അനീഷ് ഈ പറയുന്നത് പോലെ സോക്കോൾ PR ടീമിന്റെ സൈഡിൽ നിന്നോ ഒന്നും തന്നെ നമ്മൾ പ്രേക്ഷകരാരും തന്നെ ഒരു പരിധിയിൽ കൂടുതൽ കണ്ടിട്ടില്ല. അനീഷിനെ സംബന്ധിച്ച് ജെന്യുവൻ ആയിട്ടുള്ള നല്ലൊരു ശതമാനം പ്രേക്ഷക സപ്പോർട്ടോടുകൂടി വിന്നർ ആകുമെന്ന് പോലും എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ലക്ഷങ്ങളുടെ PR-മായി എത്തിയ കണ്ടസ്റ്റൻസിന് മുന്നിൽ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റിന് മുന്നിൽ അടിപതറിപ്പോയി എന്ന് വേണം പറയാൻ. അതുപോലെ അനീഷിനും അനീഷിനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരും ജെന്യുവൻ ആയിട്ടുള്ള പ്രേക്ഷകർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കൂത്തികളായി നോക്കി നിൽക്കേണ്ടി വന്നു ലക്ഷങ്ങളുടെ PR-ന് മുന്നിൽ. എനിവേസ് ഒരു കോമണറായിട്ട് ഈ ഒരു സീസൺ 7 എത്തി ടോപ്പ് 5 ടോപ്പ് 5 നിന്നും ഒരു റണ്ണറപ്പായി ഈ ഒരു സീസണിൽ നിന്നും മടങ്ങാൻ അനീഷിന് സാധിച്ചു. സോ കൺഗ്രാറ്റുലേഷൻസ് അനീഷ്.